തുടർന്ന് ശങ്കരസ്തോത്രാമൃതം. ശങ്കരകൃതികളിൽ ശിവാപരാധ ക്ഷമാപണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ ആദ്യഘട്ടത്തിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ അവസ്ഥകൾ, കടന്നുപോയ അവസ്ഥകൾ, ഇതിലൊന്നും വേണ്ടതുപോലെ ശിവോപാസനയിൽ മുഴുകിയില്ല, ചെയ്യേണ്ടത് ചെയ്തില്ല എന്ന അപരാധത്തെ ക്ഷമിക്കാൻ പറയുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങളിൽ സൂക്ഷ്മമായ സ്വാധ്യായമോ അല്ലെങ്കിൽ യോഗസാധനകളോ അഗ്നിഹോത്രാദി കർമ്മങ്ങളോ ശാസ്ത്രവിചാരമോ ഒന്നും വേണ്ടതുപോലെ ചെയ്തില്ല, അങ്ങനെ ജീവിതത്തെ കൃതാർത്ഥമാക്കിയില്ല. ആ ഒരു അപരാധത്തെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുക ചെയ്തത്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വ്യത്യസ്ത അധികാര തലങ്ങളിലുള്ളവരെ മുഴുവൻ നോക്കി കണ്ടുകൊണ്ടാണ് ആചാര്യൻ ഇവിടെ ക്ഷമായാചന ചെയ്യുന്നത്. നമ്മുടെ സമാജത്തിലെ പല ബൗദ്ധിക വിധാനങ്ങളിലിരിക്കുന്ന, പല ഗുണഘടനകളോടുകൂടിയ വൈവിധ്യപൂർണമായ വ്യക്തിഭാവങ്ങളെ സൂക്ഷിക്കുന്ന പലരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് ഓരോ ക്ഷമായാചനയും. അങ്ങനെ ക്ഷമായാചന കഴിഞ്ഞ ശേഷം തുടർന്ന് സജ്ജന സമൂഹങ്ങളോട് മുഴുവൻ തന്നെ ഈശ്വര ഭജന ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്. നോക്കൂ, ചന്ദ്രോദ്ഭാസിതശേഖരേ സ്മരഹരേ ഗംഗാധരേ ശങ്കരേ സർപ്പൈർഭൂഷിതകണ്ഠകർണവിവരേ നേത്രോത്ഥവൈശ്വാനരേ ദന്തിത്വകൃതസുന്ദരാംബരധരേ ത്രൈലോക്യസാരേ ഹരേ മോക്ഷാർത്ഥം കുരു ചിത്തവൃത്തിമമലാം അന്യൈസ്തു കിം കർമ്മഭിഃ. ചന്ദ്രോദ്ഭാസിതശേഖരേ സ്മരഹരേ ഗംഗാധരേ ശങ്കരേ സർപ്പൈർഭൂഷിതകണ്ഠകർണവിവരേ നേത്രോത്ഥവൈശ്വാനരേ ദന്തിത്വകൃത സുന്ദരാംബരധരേ ത്രൈലോക്യസാരേ ഹരേ മോക്ഷാർത്ഥം കുരു ചിത്തവൃത്തിമമലാം അന്യൈസ്തു കിം കർമ്മഭിഃ. ഇവിടെ ഹരേ മോക്ഷാർത്ഥം ചിത്തവൃത്തിം അമലാം കുരു എന്നാണ് ഉപദേശം. നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, ഈ ലോകത്തോട് വിളിച്ച് പറയുകയാണ്, മോക്ഷാർത്ഥം, മോക്ഷത്തിനായിക്കൊണ്ട് ചിത്തവൃത്തിയെ, എങ്ങനെയുള്ള ചിത്തവൃത്തിയെ? അമലാം, അമലമായ, മലരഹിതമായ, പരിശുദ്ധമായ ചിത്തവൃത്തിയെ കുരു ചെയ്താലും. എവിടെ? ഹരേ, ഹരനിൽ, ഭഗവാൻ പരമേശ്വരനിൽ. എങ്ങനെയുള്ള ഹരനിൽ? അതാണ് വിശേഷണ പദങ്ങളായിട്ട് മറ്റെല്ലാ പദങ്ങളും പറയുന്നത്. ആദ്യം തന്നെ ചന്ദ്രോദ്ഭാസിത ശേഖരേ. ചന്ദ്രോദ്ഭാസിത ശേഖരേ എന്ന് പറയുമ്പോൾ ചന്ദ്രനാൽ ഉദ്ഭാസിതമായ ശേഖരത്തോടൊത്തവൻ. ശേഖരം മൂർധാവ്, ശിരസിൻ്റെ ശിഖരസ്ഥാനം, ശിരസിൻ്റെ ഉയർന്ന സ്ഥാനം മൂർധാവ്. അപ്പോൾ ശിരസിൻ്റെ ഊർധ്വഭാഗത്ത് ചന്ദ്രൻ ഉദ്ഭാസിക്കുന്ന, ചന്ദ്രക്കല പ്രശോഭിക്കുന്ന ആ രൂപത്തിൽ, ആ പരമേശ്വരനിൽ, ആരിൽ? സ്മരഹരേ, സ്മരഹരനിൽ. സ്മരനെ, കാമദേവനെ ഹരിച്ചവനിൽ, തൻ്റെ മൂന്നാം കണ്ണിലൂടെ പ്രവഹിച്ച അഗ്നിയാൽ ആരാണോ സ്മരനെ, കാമദേവനെ ഹരിച്ചത്, ആ പരമേശ്വരനാണ് സ്മരഹരൻ. അപ്പോൾ സ്മരഹരനിൽ, എങ്ങനെയുള്ള സ്മരഹരനിൽ? ചന്ദ്രനാൽ ശോഭിക്കുന്ന
മൂർധാവോടു കൂടിയ സ്മരഹരനിൽ വീണ്ടും ആരിൽ? ഗംഗാധരനിൽ, ഗംഗയെ ധരിക്കുന്നവൻ. ദേവലോകഗാമിനിയായ ഗംഗ അതിദീർഘവും തീക്ഷ്ണവും തീവ്രവുമെല്ലാമായ ഭഗീരഥൻ്റെ തപസ്സിനാൽ സംപ്രീതയായി ഭൂമിയിലേക്ക് വരാൻ സമ്മതിച്ചു. എന്നാൽ അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. വർദ്ധിതമായ തൻ്റെ പ്രവേഗത്തെ ആര് താങ്ങും? ആര് സഹിക്കും? ഭൂമി പിളർന്നു പോകും. ഈ സന്ദർഭത്തിൽ പരിഹാരമായി കണ്ടത് ആ ഗംഗാപ്രവാഹത്തെ ശിവൻ തന്നിലേക്ക് ആവഹിക്കുമെന്നതാണ്. അങ്ങനെ ഊർധ്വഗാമിനിയായിരുന്ന ഗംഗാനദി ഭൂമിയിലേക്ക് പ്രവഹിക്കുകയും ആ സന്ദർഭത്തിൽ ശിവൻ തൻ്റെ ശിരസിലേക്ക്, തൻ്റെ ജടാമണ്ഡലത്തിലേക്ക് ആ ഗംഗയെ സമാവാഹിക്കുകയും ചെയ്തു. ഗംഗ ഭൂമിയിൽ ഒഴുകുന്നതിന് വേണ്ടി തപസ് ചെയ്ത ഭഗീരഥൻ വീണ്ടും ദുഃഖിതനായി. തപസ്സുകൊണ്ട് ഫലമില്ലാതായി. ഗംഗ വന്നു, പക്ഷേ ഗംഗ ഭൂമിയിലൂടെ ഒഴുകുന്നില്ല. ഈ സമയത്ത് വീണ്ടും ശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചിട്ട് ആണ് ഏതാനും ധാരയായി ഗംഗയെ പുറത്തേക്ക് ശിവൻ വിടുന്നത്. ഇങ്ങനെ ഗംഗയെ ധരിച്ചവനാണ് ശിവൻ. അതുപോലെ സദാസമയത്തും പരമേശ്വരൻ്റെ ശിരസ്ഥാനീയയായി ഗംഗാദേവിയുണ്ട്. എவ்விധമായാലും ഗംഗാധരനാണ്. അപ്പോൾ ഗംഗാധരനായ സ്മരഹരനിൽ, എങ്ങനെയുള്ളവനിൽ? ചന്ദ്രനാൽ പ്രശോഭിക്കുന്ന മൂർധദേശത്തോടു കൂടിയവനിൽ ചിത്തവൃത്തിയെ ഉറപ്പിച്ചാലും, പരിശുദ്ധമായ ചിത്തവൃത്തിയെ ഉറപ്പിച്ചാലും എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത് സർവ്വലോകത്തോടും. ഈ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ശ്രദ്ധിക്കാം.